കൊച്ചി കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ ജാർഖണ്ഡ് സ്വദേശിയുമായ മനീഷ് വിജയുടെ ക്വാർട്ടേഴ്സിലാണ് 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 2 പേരെ തൂങ്ങി മരിച്ച നിലയിലും ഒരാൾ കട്ടിൽ കിടക്കുന്ന നിലയിലുമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അർച്ചന വിനോദ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അർച്ചന, ഏറ്റവും ഒടുവിലായി സംഭവ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന വിശദാംശങ്ങൾ എന്താണ്? വാതിൽ പൊളിച്ച് പരിശോധന നടത്തി. ആദ്യം 2 മൃതദേഹങ്ങൾ എന്നായിരുന്നു പുറത്തേക്ക് വരുന്ന സൂചനകൾ. അമ്മയുടെ എന്ന തരത്തിൽ ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇപ്പോൾ 3 മൃതദേഹങ്ങൾ ക്വാർട്ടേഴ്സിനകത്ത് വെച്ച് കണ്ടെത്തിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങൾ കൂടി. വിനിഷ, ഇപ്പോൾ വീടിനകത്ത് പോലീസിൻ്റെയും ഒപ്പം ഫോറൻസിക്കിൻ്റെയും പരിശോധന തുടരുകയാണ്. ഈ പരിശോധനയിലാണ് ഇപ്പോൾ 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അതിലൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. നേരത്തെ 2 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ പരിശോധനയിൽ 3 പേരുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. സഹോദരിയുടെയും ഒപ്പം മനീഷിൻ്റെയും തൂങ്ങി മരിച്ച നിലയിലും അമ്മയുടെ കട്ടിൽ കിടന്ന നിലയിലുമാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും പരിശോധന തുടരുകയാണ്. പ്രധാനമായും എന്താണ് ഇത്തരത്തിലേക്ക് ആത്മഹത്യയാണെങ്കിൽ അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്നടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായും അറിയേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ഈ പരിശോധന. എന്തെങ്കിലും തരത്തിൽ അതിലൊരു തെളിവുകൾ എന്തെങ്കിലും ലഭിക്കുമെന്നടക്കമുള്ള പരിശോധനകളാണ് തുടരുന്നത്. പ്രധാനമായും ഫോറൻസിക് വിഭാഗം അടക്കം സ്ഥലത്തുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകളാണ് നിലവിൽ തുടരുന്നത്. നേരത്തെ വാതിൽ കുത്തി തുറന്നാണ് പോലീസ് ഒപ്പം ഫോറൻസിക് വിഭാഗവും അകത്തേക്ക് കടന്നത്. വീടിനകത്ത് നിന്നും ഈ ലോക്ക് ഇട്ട രീതിയിലായിരുന്നു. ഇപ്പോൾ പോലീസ് കുത്തി തുറന്ന് അകത്തേക്ക് കയറിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രധാനമായും മൃതദേഹം 2 പേരുടെ തൂങ്ങിയ നിലയിലാണ്. അമ്മ ബെഡിലാണെന്നാണ് അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഇല്ല, ഒരു 4 മാസത്തോളം ആയി. അല്ല, ഉദ്യോഗസ്ഥർ വരാതെ ഇവിടെ ഇവർ ഓഫീസിൽ കാണാതായപ്പോഴേക്കും അവരിവിടെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം അറിയുന്നത്. 3 പേരും കണ്ടെത്തി. ഒരു 80 വയസ്സ് ഉണ്ടാവും. സഹോദരിക്ക് 35-ന് മുകളിൽ ഉണ്ടെന്നാണ് അറിയിച്ചത്. കൃത്യമായി അറിയില്ല. അതെ. സ്ഥലത്തെ വാർഡ് മെമ്പറാണ് നമ്മോട് സംസാരിച്ചത്. അമ്മയുടെയും ഒപ്പം സഹോദരിയുടെയും ഈ മനീഷിൻ്റെയും മൃതദേഹം കണ്ടെത്തിയെന്ന് അവർ പറയുന്നുണ്ട്. അവരെല്ലാം തന്നെ ഈ പരിശോധനയ്ക്ക് അകത്ത് കയറിയിരുന്നു. ആദ്യഘട്ടത്തിൽ എത്തിയ ആളുകളാണ് ഇവരെല്ലാം തന്നെ. ഇവരിൽ നിന്നെല്ലാം പോലീസ് ആദ്യഘട്ടത്തിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ഉള്ളിൽ കടന്ന് പരിശോധന നടത്തിയത്. GST ജീവനക്കാരുൾപ്പെടെ സ്ഥലത്തുണ്ട്. ഇവരുടെ എല്ലാം തന്നെ നേതൃത്വത്തിൽ ഇവരിൽ നിന്നെല്ലാം സാക്ഷിമൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് അകത്ത് കയറി പരിശോധന നടത്തിയത്. ഏറ്റവും പ്രധാനമായും ഇപ്പോൾ 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതിന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. എന്താണ് ഇതൊരു ആത്മഹത്യയാണെങ്കിൽ അതിലേക്ക് നയിച്ചെന്ന കാരണങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചയോളമായി മനീഷ് ജോലിയിൽ അവധിയിലായിരുന്നു. അതിനുശേഷമാണ് ജീവനക്കാർ എത്തി പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും അത് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ അവർ എത്തി വാതിൽ മുട്ടിയെങ്കിലും തുറന്നിരുന്നില്ല. തുടർന്ന് ജനൽ വഴി പരിശോധിച്ചപ്പോഴാണ് 2 പേരുടെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് അമ്മയ്ക്കായുള്ള പരിശോധനയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ഇപ്പോൾ പോലീസ് അകത്ത് കയറി പരിശോധിച്ചപ്പോൾ അമ്മയുടെ മൃതദേഹം ഈ കട്ടിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും അമ്മയ്ക്ക് 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. 75-ന് അടുത്ത് പ്രായമുണ്ട് എന്നാണ് ഇപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിച്ചെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല. അതിലൊരു സ്ഥിരീകരണം ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും പോലീസ് അത് സംബന്ധിച്ചുള്ള എല്ലാ പരിശോധനകളും ഇപ്പോൾ നടത്തുന്നുണ്ട്. പ്രധാനമായും ഫോറൻസിക് വിഭാഗം ഉൾപ്പെടെ അകത്ത് പരിശോധന നടത്തുകയാണ്. അതിനുശേഷം ഒരു പ്രാഥമിക വിവരം പോലീസ് കൈമാറുമെന്നാണ് നമ്മൾ ഏതായാലും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മൃതദേഹം വീടിനകത്ത് തന്നെയായിരുന്നു എന്നാണ് ഈ ദുർഗന്ധത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ നാട്ടുകാർക്കോ സമീപവാസികൾക്കോ ഇവരുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ പരിചയക്കാരൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ഇത്തരത്തിൽ ആളുകൾ ഇവിടെ താമസിച്ചതുപോലും അറിയില്ല എന്നാണ് സമീപവാസികളെല്ലാം തന്നെ പറയുന്നത്. കഴിഞ്ഞ 4 മാസമായി അമ്മയും സഹോദരിയും ഈ കസ്റ്റംസിലെ ഈ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്. എന്തായാലും എന്താണ് ഈ മരണകാരണത്തിലേക്ക്, അതായത് ആത്മഹത്യയിലേക്ക് നയിച്ചെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇതൊരു ആത്മഹത്യ എന്നൊരു പ്രാഥമികമായ നിഗമനമാണ്. കാരണം 7 ദിവസമായി അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല. അപ്പോൾ അത്തരമൊരു ആത്മഹത്യ എന്നൊരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരത്തിലൊരു അവധിയെടുക്കൽ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം അദ്ദേഹത്തിന് എന്താണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിക്കാൻ, കൂട്ടാത്മഹത്യയിലേക്ക് നയിക്കാൻ കാരണമായതെന്നടക്കമുള്ള കാര്യങ്ങൾ
എന്തായാലും പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഫോറൻസിക് പരിശോധനയും അപ്പോൾ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധനയും പുരോഗമിക്കുകയാണ്. നാട്ടുകാരെല്ലാം തന്നെ സമീപത്ത് തടിച്ചുകൂടിയിരുന്നെങ്കിലും അവരെല്ലാം തന്നെ മാറ്റിയാണ് ഇപ്പോൾ പരിശോധന പോലീസ് അകത്ത് നടത്തുന്നത്. എന്തായാലും ഏറ്റവും എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ ഈ പരിശോധനയിൽ ലഭിക്കുമ്പോൾ എന്താണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. നിലവിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതെല്ലാം തന്നെ ഇനി ഈ പരിശോധനയിൽ എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോൾ എന്താണ് അറിയേണ്ടത്. എന്തായാലും ഫോറൻസിക് വിഭാഗവും പോലീസുമാണ് ഇപ്പോൾ അകത്ത് പരിശോധന നടത്തുന്നത്. 3 പേരാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മനീഷ് വിജയ്, ഒപ്പം അമ്മ, ഒപ്പം സഹോദരി ശാലിനി, അമ്മ ശകുന്തള എന്നിവരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ മുറിക്കകത്ത് നിന്നും കണ്ടെത്തിയത്. 2 പേരുടെ മൃതദേഹം നേരത്തെ തന്നെ ഈ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നത് വീടിന് തൊട്ടടുത്ത്, അതായത് പുറത്തു നിന്നും കാണുന്ന മുറിയിൽ തന്നെയായിരുന്നു ഇവരുടെ 2 പേരുടെ മൃതദേഹം. അമ്മയുടെ മൃതദേഹം അടുക്കളയോട് ചേർന്ന്, അതായത് പിറകുവശത്തെ അടുക്കളയോട് ചേർന്നുള്ള മുറിയിലാണ് അമ്മയുടെ മൃതദേഹം കട്ടിലിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോലീസ് വ്യക്തമാക്കേണ്ടതുണ്ട്. എന്താണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും വ്യക്തമാകേണ്ടതുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വിനിഷ. അർച്ചന സുരേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.